ഇന്നത്തേത് മുട്ട ഇഷ്ടമില്ലാത്തവർക്കും മുട്ട ഇഷ്ടാവുന്ന കുറച്ച് റെസിപ്പീസാണ് കാണിക്കുന്നത്. ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും അധിക കറികളൊന്നും ഇല്ലാണ്ടോ അല്ലെങ്കിൽ നമുക്ക് മടിയുള്ള ദിവസം ഇത് മാത്രം മതി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല സോഫ്റ്റായിട്ട് മുട്ടേൻ്റെ മഞ്ഞക്കരു അധികം അങ്ങ് വെന്ത് പോവാണ്ട് നല്ല സോഫ്റ്റായിട്ട് പുഴുങ്ങിയെടുക്കാൻ പറ്റും. പിന്നെ ഇതാ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇടിമുട്ടയില്ലേ അതും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മസാല മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യമായിട്ട് നല്ല സോഫ്റ്റായിട്ട് മുട്ട എങ്ങനെയാണ് പുഴുങ്ങിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ മഞ്ഞക്കരുവില്ല അധികം അങ്ങ് വെന്ത് പോയിട്ടില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാൻ, എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പും പിന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് പുഴുങ്ങാൻ അത്രയുമുള്ള മുട്ട അതിലേക്ക് വെച്ച് കൊടുക്കാൻ ഇനി ടൈമർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 6 മിനിറ്റാണ് ടൈമർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. 6 മിനിറ്റ് കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ അതൊരു തണുത്ത വെള്ളത്തിലേക്ക് ഈ ഒരു മുട്ട മാറ്റാൻ, എന്നിട്ട് ചൂടാറി കഴിഞ്ഞാൽ മുട്ടേൻ്റെ തൊലി നമുക്ക് പൊളിച്ചെടുക്കാം. മുട്ടയിലേക്ക് ആ ഒരു തൊലി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ടും കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് പെപ്പർ പൗഡറെല്ലാം ഇട്ടിട്ട് കഴിച്ച് വെക്കാം. മുട്ട ഇഷ്ടമില്ലാത്തവർക്കും ഇതേപോലെ ഉണ്ടാക്കിയാൽ ഇഷ്ടമാവും. എന്തായാലും നിങ്ങൾ ഈ ഒരു ടൈമിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് ഒഴുങ്ങി നോക്കിക്കോ. അടുത്തതായിട്ട് ഇൻസ്റ്റയിലെല്ലാം കുറച്ച് മുമ്പ് വൈറലായിക്കൊണ്ടിരുന്നിട്ടുള്ള ഒരു എഗ്ഗ് റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചെടുക്കുന്ന ഒരു പാത്രമില്ലേ, ഒരു പാത്രം വെച്ചെടുക്കാൻ. ഇത് വേണമെന്നൊന്നുമില്ല, ഒരു കുഴിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പുഴുങ്ങിയ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് 1 സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ആ ഒരു പുഴുങ്ങിയ മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ ചില്ലി പൗഡറോ ഇട്ട് കൊടുക്കുക. പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള തക്കാളിയോ സവാളയോ എല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതൊന്ന് മറിച്ചിട്ടിട്ട് ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാൻ. ഉപ്പിട്ട് കൊടുക്കാൻ മറന്നു പോയത് കേട്ടോ. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു പുഴുങ്ങിയ മുട്ടേൻ്റെ ഇതൊക്കെ വന്നിട്ട്. അപ്പോൾ അടുത്തതായിട്ട് ഒരു മസാല മുട്ടയാണ്. ചോറിൻ്റെ കൂടെയോ അല്ല ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി. നേരത്തെ എടുത്തതുപോലെ തന്നെ ഒരു കുഴിയുള്ള നമ്മൾ വെള്ളാപ്പ ചട്ടി ഉണ്ടെങ്കിൽ അതെടുത്തോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള സവാള, പച്ചമുളക് പിന്നെ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അധികം അങ്ങ് വഴന്ന് പോകണ്ട. ചെറിയൊരു കടിക്കുന്ന ആ ഒരു സവാള എല്ലാം ഇങ്ങനെ കടിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും നല്ലത്. എന്നിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാൻ. മുകളിലായിട്ട് കുറച്ച് കൊറിയാൻഡർ ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതേപോലെ തന്നെ കഴിക്കാട്ടോ. ഞാനൊന്നും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമുക്ക് മുട്ടയില്ലേ ഇഡ്ഡലി തട്ടിൽ പുഴുങ്ങിയെടുക്കുന്ന ആ ഒരു ടൈപ്പ് മുട്ട നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും. ഇത് ആ തലശ്ശേരി ഭാഗങ്ങളിലെല്ലാം ഇടിമുട്ട എന്നിട്ടാണ് പറയാൻ. ഇനി ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യാൻ. എന്നിട്ട് മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ ആ ഒരു വെള്ളയില്ല വൈറ്റ് പാർട്ട് ഇങ്ങനെ പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാൻ. അപ്പോഴത്തേക്കും ഇതെങ്ങനെ വെന്ത് വന്നിട്ടുണ്ടാവും. പിന്നെ മസാല റെഡിയാക്കാനായിട്ട് മുളക് പൊടി പിന്നെ ഗരം മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. മല്ലിയിലയും കൂടി ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ മസാല റെഡിയായി. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മസാല ഉണ്ടാക്കിയിട്ടെടുക്കുക. നമ്മുടെ മുട്ട ഒന്ന് ആറിക്കഴിഞ്ഞാൽ ഇഡ്ഡലി തട്ടുന്ന് മാറ്റിയെടുക്കുക. വേവിച്ചിട്ടെടുത്തിട്ടുള്ള എല്ലാ മുട്ടയിലേക്കും മസാല ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇത് എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റിൽ ഇത് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അധികം ഡ്രൈ ആയി പോകുന്ന തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി എയർ ഫ്രയർ ഓൺ ആക്കിയിട്ട് ടൈമും ടെമ്പറേച്ചറും ഞാൻ വെച്ചുകൊടുക്കുന്നത് മാനുവലിൽ 185 ഡിഗ്രി സെൽഷ്യസിൽ 9 മിനിറ്റാണ്. ഇനി നിങ്ങൾ എയർ ഫ്രയർ വീട്ടിലില്ലെങ്കിൽ ഇത് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു ഹാഫ് ടൈം ആകുമ്പോൾ എയർ ഫ്രയർ പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് അപ്പുറം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
9 മിനിറ്റ് കഴിഞ്ഞ് എയർ ഫ്രയർ ഓഫ് ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതായിട്ട് കുറച്ച് സോയാ സോസെല്ലാം ഒഴിച്ചിട്ടുള്ള ഒരു ടൈപ്പിൽ മുട്ട പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ കുഴിയുള്ള ഒരു പാത്രം എടുക്കാൻ, ഇനി അതിലേക്ക് ബട്ടർ ഒന്ന് ഒരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുക. മെൽട്ടായിട്ട് വരുമ്പോൾ ഇല്ലേ കുറച്ച് ഗാർലിക് ഒന്ന് ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ആ ഒരു പച്ചമണം മാറുന്നത് ഒന്ന് വഴറ്റിയെടുക്കാൻ. എന്നിട്ട് അതിലേക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇല്ലേ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാപ്സിക്കില്ല അതോടെ അതിലേക്ക് ക്യൂബായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ. ഞാനിവിടെ ഗ്രീന്, യെല്ലോ, റെഡ് ക്യാപ്സിക്കം കയ്യിലുള്ളതുകൊണ്ട് അത് 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അധികം നല്ല സോഫ്റ്റായിട്ട് വഴന്ന് വരണ്ട. എനിക്കങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അധികം അങ്ങ് സോഫ്റ്റ് ആകുന്നത് ഇഷ്ടമല്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാൻ. ഇനി അതിലേക്ക് ഉപ്പും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളെ കയ്യിൽ ടൊമാറ്റോ സോസ് അതിലുണ്ടെങ്കിൽ അതും കൂടി ഒഴിച്ചു കൊടുത്തോ. ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ടൈമിൽ ടൊമാറ്റോ സോസ് ഇല്ലാത്തതുകൊണ്ട് അത് എടുത്തിട്ടില്ല. ഇനി നന്നായിട്ട് അതിൽ നിന്നൊന്ന് വഴച്ചിട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. വൺ സൈഡ് കുക്കായി കഴിഞ്ഞാൽ വേണമെങ്കിൽ അപ്പുറത്തെ സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം കേട്ടോ. ഞാനിത് നന്നായിട്ട് ഹാർഡാക്കിയിട്ടാണ് അടിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുക്കിംഗ് ടൈമിൽ ഇതിൽ വ്യത്യാസം വരുത്താം. അടുത്തതായിട്ട് നമ്മുടെ വടകരക്കര സ്പെഷ്യലായിട്ടുള്ള മുട്ട പൊരിച്ചതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടൻ്റെ തോട് നമുക്ക് മാറ്റാം. അതിനുശേഷം മുട്ടത്തോട് കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുക്കാൻ കത്തി ഉപയോഗിച്ചിട്ട് വരഞ്ഞെടുക്കുക. ഇതിങ്ങനെ ഈസി ആയിട്ട് മുട്ടത്തോട് കൊണ്ട് തന്നെ ഇങ്ങനെ വരഞ്ഞെടുക്കുന്നുണ്ട്. മസാല എല്ലാം അതിൻ്റെ ഉള്ളിലെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ആ ഒരു മസാലയിലേക്ക് മുട്ട തൊലി കളഞ്ഞത് ഫുള്ളായിട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതിപ്പം ചായൻ്റെ കൂടെ നമ്മൾ വൈകുന്നേരത്തെ ചായൻ്റെ കൂടെയാണ് സാധാരണയായിട്ട് ഉണ്ടാക്കാറുള്ളത്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനെല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിതിപ്പോൾ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു 195 ഡിഗ്രി സെൽഷ്യസിൽ 7 മിനിറ്റ് ടൈമും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇടയ്ക്കായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്ത് വീണ്ടും ക്ലോസ് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് നന്നായിട്ട് മസാലയൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ പാനിൽ പിന്നെ പൊരിച്ചെടുക്കാം. ഇനിയിപ്പം നിങ്ങൾ പാനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാം കേട്ടോ. മുട്ടത്തോട് കൊണ്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് പുഴുങ്ങിയ മുട്ട. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ ഒരു പാനിലേക്ക് സിമ്മിലായിരിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട് ഫ്ലെയിം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു നുള്ളു ഗരം മസാലയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാൻ. എന്നിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയില്ലേ മുട്ടത്തോടുകൊണ്ട് വരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലാണ് ആ ഒരു മസാല എല്ലാം അതിലേക്ക് പിടിക്കുകയുള്ളൂ. എന്നിട്ട് ഇതേപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രൈ പാൻ ആക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കിയാൽ. ഇനി അടുത്തതായിട്ട് ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ട റെസിപ്പിയാണ് കേട്ടോ. ഇത് ചിക്കൻ കറീൻ്റെ ഗ്രേവിയാണ്. ഇനി അതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടയിൽ 2 മഞ്ഞക്കരുണ്ട്. അപ്പോൾ ഇതാ 2 മഞ്ഞക്കരും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടേൻ്റെ ആ ഒരു മിക്സില്ല കറിയോട് കൂടിയിട്ടുള്ള അത് അതിലേക്ക് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ. ഇതും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളൊരു ചിക്കൻ്റെ പോളയില്ലേ ഇറച്ചിപ്പോള ആ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന റെസിപ്പീസ് ആയിരിക്കും. ഇനിയിപ്പോൾ അറിയാത്ത റെസിപ്പി ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.